തല നോവും നിന്റെ തല നോവും. ഓ ചക്ക കണ്ടതിൻ്റെ ഇത് കണ്ടോ? എങ്ങനെയുണ്ടമ്മ? ചക്കയും മത്തിക്കറി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ല ചക്ക. എൻ്റെ കൂടെ മുന്നിൽ ഇറങ്ങിയല്ലോ. ഹലോ, തുമ്മലാണോ അമ്മ? എനിക്ക് അഞ്ഞിൻ്റെ ആണെന്ന് തോന്നല്ലേ. അമ്മ ഇവിടെ മത്തി വെട്ടുക. കറി വെക്കാനും വറക്കാനും ഇടാണ്. ഇന്ന് ഉച്ചക്കത്തേക്കുമായിട്ട് ചക്ക പറിച്ചേക്കൊള്ള. ഏത് ചീമച്ചക്കയോ? മറ്റേ ചക്ക വേവിക്കാനോ? വെടിച്ച് കയറി കിടക്കുന്ന ഒരു ചക്ക ഉണ്ട്. അതല്ലേ അത് പതുക്കെ പറിക്കാൻ. വെടിച്ച് കയറിയതാണോ? മൊത്തം വെടിച്ച് കയറി. പിന്നെ അമ്മ പറഞ്ഞല്ലോ അങ്ങേ സൈഡായിരുന്നു. ആഹാ, അപ്പോഴോട് പറയട്ടെ. അവന് മീൻകറിയും വെച്ച് നമുക്ക് ചക്കയും വേവിക്കാം അല്ലേ. ആട് നിൽക്കുന്നുണ്ട. ആട് ഇനി ഈ സൈഡിലായിരുന്നു അമ്മ തിന്നോണ്ടിരുന്നേ. ഈ സൈഡിൽ നിന്നിട്ട് ദാണ്ട് ഇവിടെ ഒരു കമ്പില്ലേ, ആ കമ്പയിൽ മണ്ടയിൽ കൂടെ ഒക്കെ ഇട്ട് എനിക്ക് തോന്നുന്നു ഇവളിവിടെ നിന്ന് കുറച്ചങ്ങ് പോയതല്ലേ. ആണോ? ഇവളെ നോക്കി തിന്നോ? ആ, കൊന്നപ്പൂത്ത് നിൽക്കുക. നല്ല രസമുണ്ടേ. മേളിലൊരു പെന്തിക്കോസോളുണ്ട്, അവിടുത്തെ പ്രാർത്ഥനയാണ് കേൾക്കുന്നത്. ബാ ബാ, നമുക്ക് അപ്പയോട് ചോദിക്കാം. അപ്പ അവിടെ ആ വെടിച്ച് കീറിയേക്കുന്ന ചക്ക നമുക്ക് എടുക്കാം. അമ്മയാ പറഞ്ഞ അപ്പയോട് ചോദിക്കാം. അപ്പ വരുന്നുണ്ട്. വാ പിങ്കാമോനെ. പിങ്കാമോനുണ്ട് നമ്മുടെ കൂടെ ചക്ക പറിക്കാൻ മുന്നിൽ. അതന്ന് കെട്ടിയതിൻ്റെയാ. നമ്മളാ ചീമച്ചക്ക പറിച്ചപ്പോഴത്തേന് വളഞ്ഞുപോയി. ചീമച്ചക്ക പിങ്കിക്കുഞ്ഞ് ഫസ്റ്റ് പോയി നിന്നപ്പാ. പിങ്കിക്കുഞ്ഞ് ഫസ്റ്റിൽ പോയി നിന്നു. ഇനി അപ്പ ചെന്നൊന്ന് പറിച്ചാൽ മതി. ഈ കമ്പിനൊരു വളമുണ്ട്. തോട്ടി പോന്ന് പോക്കട്ടെ. അത് കണ്ടേ എൻ്റെ ഓട്ട. ഇതാ വെടിഞ്ഞ് കീറിയതാ. ഓ ചക്ക കണ്ടതിൻ്റെ ഇത് കണ്ടോ? ചക്ക കണ്ടതിൻ്റെയാ. ഓ അമ്മയോട് പറയാൻ പോവാ. ഞാനാണേ വാക്കത്തി പേപ്പർ പാത്രം ഒക്കെ എടുത്ത് ചക്ക കൊള്ളാമെന്ന് നോക്കാം നമുക്ക്. അമ്മ മീൻ വെട്ടി അകത്ത് കയറി. നല്ലതാണോ ചക്ക? നല്ലതാണോ അപ്പോൾ? ആണോ? പിങ്കിയെ നോക്കുന്നുണ്ടമ്മ. ചക്കമടല് തിന്നാൻ നിൽക്കുവാണോ? 3 പേരും നമ്മുടെ ഇവിടെ അടുത്ത് വന്ന് നിൽക്കുക. കൊക്കും ഉണ്ട് കൂടെ. വയറു നോവായിരിക്കും. ആര്? പിങ്കിയോ? ആ പിങ്കി മാറിയിരിക്കും. അറിയത്തില്ല. ഇല്ല, അതുങ്ങൾ
ഇങ്ങോട്ട് മണം പിടിക്കുവോ? അപ്പോൾ കൊടുത്തതൊന്നും കണ്ടില്ല. നമ്മളിവിടെ നിൽക്കുന്നോണ്ടാ. ഇവരിപ്പോൾ ഫ്രണ്ട്സായ അമ്മേ. ആ ഓ, ആ മുള്ളുവേലിക്കകത്തൂടെ തലയിട്ടേക്കുന്നേ. വേണ്ടത് തല നോവും. നിന്റെ തല നോക്കും. എടുത്തു. അപ്പം ഞാനൂടെ ചക്ക എടുക്കട്ടെ, എന്നാലേ തീരത്തുള്ളൂ. അപ്പം ഒന്ന് സഹായിക്കാൻ. വലിയ ചുളയല്ല. ചക്കക്കുരു മാറ്റിയില്ലേ? പിന്നെ മാറ്റാന്നോ? അപ്പം ഞാനൂടെ എടുക്കട്ടെ, എന്നാലും തീരും. അല്ലേ അപ്പാടെ പുറം എല്ലാം വെയിൽ കൊള്ളുക. അയ്യോ, ഞാൻ പോയി ആ ബെന്നീനും എടുത്തോണ്ട് വന്ന് ചക്ക എടുക്കാവേ. പിങ്കി പോവല്ലേ, ബാ. ചക്ക നമ്മളിവിടെ വെട്ടിപ്പറക്കി എടുത്തു. ഇനി ഇത് അരിയണം. കുരു മാറ്റി. മത്തി ഇവിടെ വറക്കാൻ വേണ്ടി അരച്ച് പുരട്ടി വെച്ചേക്കുന്നു. ഇത് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കും. മീൻ കറിക്ക് വേണ്ടി അമ്മ ഇവിടെ റെഡിയാക്കുന്നു. അരപ്പ് തിളച്ച് വന്നപ്പോൾ മീനിട്ട് കൊടുക്കുക. ഞാനാണേൽ ക്ഷീണം പോകാൻ വേണ്ടി നാരങ്ങ വെള്ളം ഉണ്ടാക്കുക. അതിനകത്തുള്ള തറയിട്ട് ആ ഈടിയുടെ പണ്ടേന്ന് അതിനകത്തുള്ള തറയിട്ട് ഇതുണ്ടത്. ആ കിടന്ന ആടിനെ തെള്ളി മറ്റേ തറയിലിട്ടു. മുമ്പേ തൊട്ട് വഴക്കുണ്ടാക്കുക എല്ലാത്തിനോടും. നാരങ്ങ വെള്ളം റെഡി. എന്നാമ്മ അമ്മയുടെ അരി അപ്പേ കുടിക്കപ്പാ. നമുക്ക് രണ്ടുപേർക്കൂടെ അപ്പയ്ക്കുള്ളത് ഉണ്ടായിരുന്നു. വേണ്ട ഉണ്ട് എനിക്ക്. അടിപൊളി ചക്ക അങ്ങനെ നമുക്ക് റെഡിയായി. പിടിക്കണോ? അതുകൂടെ ചുമ്മാ ഇങ്ങനെയുള്ളൊക്കെ തുടുപ്പ്. ചൂട് ചൂട് ചൂട്. സൂപ്പർ കപ്പ. ചക്ക ചക്ക വേവിച്ചതും മത്തിക്കറി എടുത്തു നമ്മൾ. 13 മത്തി കറി വെച്ചു. 12 മത്തി വറക്കാൻ വെച്ചു. അമ്മ ഇവിടെ കഴിക്കുക. അങ്ങനെ ഉണ്ടമ്മ? ചക്കയും മത്തിക്കറി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ അത് നല്ല ചക്ക. അടിപൊളിയല്ലേ? ആദ്യമായിട്ട് കഴിച്ച തനിച്ചക്ക. പൊട്ടിക്ക് കറി ഉണ്ടാ പറിച്ച്. അടിപൊളിയാ. വിളവെടുപ്പാണ്, വിളവെടുപ്പ്. കോവയ്ക്ക വിളവെടുപ്പാ. വേണ്ട, പൊട്ട് പറിക്കും. എടാപ്പാ മുമ്പേ പറിക്കണം. അങ്ങനാ. എന്നിട്ട് അപ്പ പറയും, എടി ബിന്ദു, നിനക്കിതെല്ലാം കണ്ടാ മതി, നിനക്കിതൊന്നും പറിക്കണ്ട. ഇനിയും തേണ്ട മണ്ടയ്ക്ക് നിപ്പുണ്ട്. നമ്മൾ തോട്ടി വെച്ച് പറിക്കും ഇവിടെ. മണ്ട എല്ലാം ഇപ്പൊ തല്ലി ഓടിക്കും. ഇപ്പൊ കാണിക്കത്തോളൂ. ഞങ്ങളുടെ അമ്മയെ പിടിച്ചേക്കുന്ന അമ്മ കൈ വിട്ട അപ്പ മറന്നടിച്ച് പടോന്ന് വീഴും. അയ്യോ വേണ്ട വേണ്ട. ഏണി ഉണ്ടോന്നോ? ആ, അപ്പൊ ഇന്നത്തെ വിളവെടുപ്പ് കഴിഞ്ഞു. അടുത്തത് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. ഇതേ തണ്ടമ്മ ഒരു ഉണ്ടപ്പാവയ്ക്കുണ്ട്.
കാട്ടുപോവായ്ക്ക. ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.